ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കുട്ടികളിലും പ്രായമായവരിലുമുള്ള മൗത്ത് ബ്രീത്തിങ്, അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളതാണ്. നമ്മുടെ എയർവേ അല്ലെങ്കിൽ ശ്വാസനാളം എന്ന് പറഞ്ഞ ഒരു മസിൽസ് കൊണ്ടുള്ള ട്യൂബാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ബോണൊന്നുമില്ല. ആ മസിൽ ട്യൂബിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ്, അത് മേ ബി ഈ അഡിനോയിഡിൻ്റെ ഹൈപ്പർട്രോഫി ആയിരിക്കാം, അല്ലെങ്കിൽ ടോൺസിൽസിൻ്റെ ഹൈപ്പർട്രോഫി ഉണ്ട്. ആ മസിൽസ് ട്യൂബിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രീത്തിങ്ങിനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യും. പിന്നെ എയർവേ ഒബ്സ്ട്രക്ഷൻ വരാനുള്ള വേറൊരു കാര്യം, നമ്മുടെ ജോ സ്ട്രക്ചറിൽ, നമ്മുടെ താടിയെല്ലിൻ്റെ വളർച്ചയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളുണ്ട്. ചില കേസിൽ നമ്മുടെ ലോവർ ജോ, ഈ ലോവർ ജോ പല പേഷ്യൻസ് ചിലപ്പോൾ ബാക്കിലേക്ക് റിട്ടോ പൊസിഷൻ ആയിരിക്കാം. അപ്പോൾ ഈ ലോവർ ജോയിലേക്കാണ് നമ്മുടെ ടങ് അറ്റാച്ച് ചെയ്തിട്ട്. അപ്പോൾ ലോവർ ജോ കൺസിഡേർഡ് ബാക്കിലേക്ക് കഴിയുമ്പോഴും ടങ് നേരെ ബാക്കിലേക്ക് വരും. അത് നമ്മുടെ എയർവേയിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ ഈ അപ്പർ ജോയുടെ ബാക്കിലാണ് നമ്മുടെ സോപ്പാലറ്റ് സ്ഥിതി ചെയ്യുന്നത്. സോപ്പാലറ്റ് അല്ലെങ്കിൽ അണ്ണാക്കുന്നു, അത് ചിലപ്പം ബാക്കിൽ അപ്പർ ജോ തീരെ കൺസിസ്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ ഇത് നേരെ ബാക്കിലേക്ക് നമ്മുടെ എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം. ഇങ്ങനെ എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പേഷ്യൻ്റിനെ കൊണ്ട് ഈ ബ്രീത്തിങ് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും. അവരുടെ ശരീരത്തിൽ ഓക്സിജൻ ലെവൽ കുറയുകയും ചെയ്യും. ഇനി നമുക്കൊരു CBCT സ്കാനിൽ ഒരു എയർവേ എങ്ങനെയായിരിക്കും അപ്പിയർ ചെയ്യുന്നത് നോക്കാം. ഇതാണൊരു നോർമലായിട്ടുള്ള എയർവേ CBCT സ്കാൻ നമുക്ക് എടുക്കുമ്പോൾ കിട്ടുന്നത്. ഇതിൻ്റെ നോർമലി ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 30 cc ആണ്. ഒരു 25 cc താഴെയാണെങ്കിൽ ദാറ്റ് മീൻസ് എയർവേ റെസ്ട്രിക്റ്റഡ് ആണ്. ഒരു നോർമലായിട്ടുള്ള എയർവേ ഗ്രീനായിട്ട്. ഇനി ഈ പിക്ചർ നമുക്ക് കാണാം, ഇവിടെ എയർവേ ഭയങ്കര റെഡാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വോളിയം 30 cc വേണ്ടത് ഈ പേഷ്യൻറ്റിൽ 8 cc ഉണ്ട്. ദാറ്റ് മീൻസ് എയർവേ ഇസ് വെരി നാരോ. അതുപോലെ തന്നെ അത്ര നാരോ എയർവേ ആണെന്ന കാര്യം കൊണ്ട് അഡിനോയിഡ് ഗ്ലാൻഡ് ഭയങ്കര ഹൈപ്പർട്രോഫി ആയിട്ട് എൻലാർജ് ചെയ്യുന്ന എയർവേ ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഇതാണ് നമ്മുടെ നേസൽ ഏരിയ. ഇങ്ങനെയാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ എയർ കയറി എയർവേയിലേക്ക് വരുന്നത്. ഇവിടെ അഡിനോയിഡ് ഇങ്ങനെ എത്ര ബ്ലോക്ക് ചെയ്യുമ്പോഴും ദാറ്റ് പ്രിവെന്റ്സ് നേസൽ ബ്രീത്തിങ് ആൻഡ് ലീഡ്സ് ടു മൗത്ത് ബ്രീത്തിങ്. അതുപോലെ തന്നെ ഈ പേഷ്യൻ്റ് ഇവിടെ ലോവർ ജോ സ്വല്പം ബാക്കിലേക്ക് നിൽക്കുന്നുണ്ട്. ലോവർ ജോയിൽ ടങ് അറ്റാച്ച് ചെയ്തിരുന്നു. ഈ ടങ് നേരെ ബാക്കിലേക്ക് ടങ് ഫോളും കൊണ്ടാണ് ഇവിടെ എയർവേ ഇത്രയും നാരോ ആണ്. ഇങ്ങനെ ഇത്രയും നാരോ ആയിട്ടുള്ള എയർവേ ഉള്ള പേഷ്യൻസിൽ അവർക്ക് ശരീരത്തിൽ എപ്പോഴും ഓക്സിജൻ ലെവൽ തീരെ കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ഉറക്കത്തിൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആൻഡ് സ്ട്രഗിൾഫുൾ ബ്രീത്തിങ് ആയിരിക്കും. അപ്പോൾ അവർക്കൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ളപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ ബോഡിയിൽ ഈ പറഞ്ഞ കോർട്ടിസോൾ എന്നുള്ള സ്ട്രെസ് ഇൻഡ്യൂസ് ഹോർമോണിൻ്റെ ലഭിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് കുറേ ആൻസൈറ്റി കൂടും, ഡിപ്രഷൻ ആവും, അല്ലെങ്കിൽ ദേഷ്യം കൂടുതലായിരിക്കും, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കൂടും. അങ്ങനെ അതുപോലെ ഈ സ്ട്രെസ്ഫുൾ ബ്രീത്തിങ് കാരണം അവർക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടാതാവും. അവർക്ക് എത്ര മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാലും ഉറക്കം പോരാ. അതുപോലെ രാവിലെ ഇരിക്കുമ്പോൾ ഒരു മോർണിംഗ് ഹെഡേക്ക്, പകൽ അതിൽ ക്ഷീണം കൂടുതലായിരിക്കും, ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ഒന്നിനും ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിൽ അവരുടെ ലോവർ ജോസ് ബാക്കിലേക്കാണെങ്കിൽ നമ്മൾ ലോവർ ജോ അഡ്വാൻസ്മെൻറ്റ് അപ്ലയൻസ് കൊടുത്താൽ ലോവർ ജോന് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകും. എയർവേ ശരിക്കും നമുക്ക് ഓപ്പൺ അപ്പ് ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ അപ്പർ ജോ തീരെ കൺസ്ട്രക്റ്റഡ് ആണെങ്കിൽ അപ്പർ ജോയിൽ മാക്സിലറി സ്കെലിറ്റൽ എക്സ്പാൻഡ് ഇൻഫ്ലുവൻസ് വെച്ച് അപ്പർ ജോ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നേസൽ വോളിയം കൂട്ടാനും പറ്റും. അങ്ങനെ അവിടെ ബ്രീത്തിങ് കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബ്രീത്തിങ് കറക്റ്റ് ചെയ്ത് അവർക്ക് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാനും പറ്റും. നേരത്തെ പറഞ്ഞ സിംറ്റംസിലെല്ലാം കാര്യമായിട്ടുള്ള കുറവ് വരുത്താൻ സാധിക്കും.